നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രമാണ്. ചിലർക്ക് മാത്രമാണ് ഈ QR കോഡ് ഉപയോഗിച്ച് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നുള്ളൂ എന്നാണ് പരാതി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ചിലർക്ക് തുറന്നു വരും. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിയും. എന്നാൽ ഒരു വിഭാഗം ഇതേ രീതിയിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് തുറന്നു വരുന്നില്ല. QR കോഡിലെ ലിങ്കിൽ നിന്ന് ബ്ലാങ്ക് സ്ക്രീനിലാണ് എത്തുന്നത്. ഇതുമൂലം പലർക്കും പേര് പരിശോധിക്കാൻ കഴിയുന്നില്ല. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചിലർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നും മറ്റു പലർക്കും പേര് പരിശോധിക്കാൻ കഴിയുന്നുണ്ടെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. പരിശോധനകൾക്ക് ശേഷമാണ് QR കോഡ് പൊതുജനങ്ങൾക്കായി നൽകിയത്. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലിങ്ക് കൃത്യമായി പോകുന്നുണ്ട്, പക്ഷേ വെബ്സൈറ്റ് ലോഡാകുന്നതിൽ താമസമെടുക്കുന്നുണ്ട്. ഇതാവാം പ്രശ്നമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. voters.eci.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ചും വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാം. കൂടാതെ വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 വിളിക്കുകയോ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അറിയിച്ചു.